എന്താവശ്യം ഉണ്ടായത്? അയാൾ എന്തൊക്കെയാ പിന്നെയും പറയുന്നത്? അജുവിന്റെ ചോദ്യത്തിൽ ഒരു നിമിഷം മൗനമായി നിന്നുപോയവൻ സത്യയിൽ നിന്നും കേട്ട വാക്കുകൾ ഓരോന്നും വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ. അയാൾക്ക് കാണേണ്ട നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയാണ് അജു. നമുക്ക് പ്രിയപ്പെട്ടവരുടെ മരണമാണ്. ഒരു നിമിഷം വീണ്ടും അല്പം മുമ്പ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവങ്ങളിലേക്കായി വീണ്ടും അവന്റെ ചിന്ത പോയി. കരഞ്ഞു കലങ്ങിയ മിഴികൾ ഉയർത്തി സത്യ വീണ്ടും ആദിയെ നോക്കി. അവനിപ്പോഴും അയാളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുകയാണ്. എനിക്കും ഗായുവിന് അവനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നം കാണാനും സ്നേഹിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഈശ്വരൻ തന്നതല്ലേ അവനെ. പറഞ്ഞുകൊണ്ട് തന്നെ മുഖമെന്ന് അമർത്തി തുടച്ച് സത്യ. ഈശ്വരൻ തന്നെ തിരിച്ചു വിളിച്ചെന്ന് കരുതിയിരുന്നതാ ഞങ്ങള്. പക്ഷെ എല്ലാം ചെയ്തു കൂട്ടിയത് ജീവനുള്ള മൃഗങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ? പകയോടെ മുരണ്ടുകൊണ്ട് സത്യ ചോദിക്കുമ്പോൾ ഒരു വാക്ക് പോലും പറയാനില്ലാതെ ആദ്യം അയാൾ ഉറ്റുനോക്കി. അല്ലെങ്കിൽ തന്നെ ചെകുത്താൻ എന്ത് നീതി, എന്ത് ന്യായം, എല്ലാം അവന്റെ തീരുമാനങ്ങളാണ്. അന്ന് ഹോസ്പിറ്റലിലെത്തിയ സമയം സത്യയുടെ ചിന്തകൾ വീണ്ടും ആ ദിവസത്തിലേക്ക് പോയി. മകനെയും പ്രതീക്ഷിച്ചെന്ന ഞങ്ങളെ തേടിയെത്തിയ വാർത്ത ആക്സിഡന്റായി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ അവനെ കൊണ്ടുപോയിരുന്നു എന്നതാ. സർവ്വനാടികളും തളർന്നുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ. എന്റെ ഗായുവിനോട് എങ്ങനെ എന്തു പറയുമെന്നോ എങ്ങനെ പറയുമെന്നോ അറിയാത്ത അവസ്ഥയിൽ ഒടുക്കം മോന് വയ്യ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഒരുവിധ അവളുമായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിലെത്തി. പക്ഷേ അവിടെ എത്തിയ പറഞ്ഞ വാർത്ത തലയിടിച്ച് വീണുകൊണ്ട് എന്റെ മോൻ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നാ. ഇനി ജീവിക്കില്ലെന്ന്. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞ ഹൃദയവും നിലക്കുമെന്ന്. അവനെ മറ്റുള്ളവരിലൂടെ ജീവിപ്പിക്കാനുള്ളൊരു മാർഗം എന്റെ കുഞ്ഞിന്റെ ഉള്ളിൽ മാറ്റിവെക്കാൻ പറ്റുന്ന അത്രയും അവയവങ്ങൾ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക എന്ന്. തളർന്നിരിക്കുന്ന ഗായുവിനെ എന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഡോക്ടർക്ക് അധിക സമയമൊന്നും ആവശ്യമായിരുന്നില്ല. എന്റെ കുഞ്ഞിലൂടെ ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതി. എല്ലാം അവസാനിപ്പിച്ച് അവനെ ദഹിപ്പിക്കാൻ സമയമായപ്പോഴാണ് വിവരറിഞ്ഞ് ദേവസാറും കുടുംബം എത്തിയത്. സന്തോഷം നിറഞ്ഞുന്ന വീട് അധികം വൈകാതെ മരണതുല്യമായി മാറി. ചടങ്ങുകൾ അവസാനിച്ച് പോവാൻ നേരം ദേവസാർ ഞങ്ങളെ കൂടെ വിളിച്ചു. പക്ഷെ പോവാൻ തോന്നിയില്ല. എന്റെ സൂര്യയില്ലാതെ അവൻ അത്രയും ആഗ്രഹിച്ചിടത്തേക്ക് എങ്ങനെ പോകും ഞങ്ങൾ? ഞങ്ങളുടെ മോൻ ഇവിടെ തനിച്ചായി പോവില്ലേ? വരുന്നില്ലെന്ന് പറഞ്ഞു സാറ് നിർബന്ധിച്ചില്ല. എത്രയും വേഗം പോസിറ്റീവായി തിരികെ എത്താന്ന് വാക്ക് നൽകി അവർ ഡൽഹിക്ക് പോയി. ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി. ഒരിക്കൽ ലോഡുമായിട്ട് തിരിച്ചു വരുന്ന വഴിയാ ഒരു പെൺകുട്ടി ആക്സിഡന്റായി വഴി കിടക്കുന്ന കണ്ടത്. ഒരു 10 വയസ്സ് കാണും. അതുവഴി ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ആരും ശ്രദ്ധിക്കാതെ വന്നതും ഒരു ഓട്ടോ വിളിച്ച ആ കുഞ്ഞിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്റെ മോനെ തന്നെയാ എനിക്ക് ആ നിമിഷം ഓർമ്മ വന്ന്. സ്കൂൾ ബാഗിൽ നിന്നുള്ള കുട്ടിയുടെ ID കാർഡിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറിൽ വിളിച്ച് വിവരം പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വന്നു. സമയത്തെത്തിയുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇന്നൊരു ദിവസം എന്തായാലും ICU തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ വന്ന് പറഞ്ഞ വാക്കുകൾ സത്യയുടെ മനസ്സിലും വല്ലാത്ത സന്തോഷം നിറച്ചു. തന്റെ മോന് വന്ന വിധി ഇനിയൊരു കുഞ്ഞിനും ഉണ്ടാവരുതെന്ന് അത്രയും പ്രാർത്ഥിച്ചിരുന്ന അയാൾ ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്റെ മോള്. കുഞ്ഞിന്റെ അച്ഛൻ സത്യയുടെ കയ്യിൽ പിടിച്ചു വെറുതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സത്യയും തിരികെ നടന്നു. ചേട്ടാ. ഒഴിഞ്ഞ കോറിഡോറിലെത്തിയതും പുറകെ വന്ന ഒരു പെണ്ണിന്റെ വിളി സത്യവും തിരിഞ്ഞു നോക്കി. നേരത്തെ കൊണ്ടുവന്ന കുഞ്ഞിന്റെ അമ്മയായിരുന്നെന്ന് മനസ്സിലായതും സത്യയുടെ കണ്ണിൽ സംശയം നിറഞ്ഞു. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? ഓടി വന്നുകൊണ്ട് അവൾ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ലെന്ന പോലെ ഒന്ന് നോക്കി സത്യ. ഞാൻ MH മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാണ്. ചേട്ടന്റെ മോൻ സൂര്യയെ നോക്കുന്ന ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. പറയുമ്പോൾ അവളുടെ മുഖം വല്ലാതെ താഴ്ന്നു. സൂര്യ എന്ന് കേട്ടതും സത്യയുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ സൂര്യയുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല. അവനെ എല്ലാവരും കൂടെ. എന്താ പറഞ്ഞു? അനു പറഞ്ഞു നിർത്തിയതും സത്യയുടെ ശബ്ദമല്ലാതെ ഉയർന്നു. കേട്ട കാര്യത്തിന്റെ പകപ്പിൽ അയാളുടെ ഉടലൊന്നാകെ വിറക്കുന്ന പോലെ. സത്യാണ് ഏട്ടാ, എന്റെ മോളെ ജീവൻ രക്ഷിച്ച ചേട്ടനോട് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. ഒരുപാട് തിരിമറികൾ നടക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ. വെറും നഴ്സായി എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. കൊന്നു കളയവര്, കുടുംബത്തെ അടക്കം. അവർക്കെതിരെ തിരിയുന്ന ആരെയും ഒന്നിനെയും അവര് ബാക്കി വെക്കില്ല. എന്റെ മോൻ എന്തിനാ? സൂര്യയുടെ മരണശേഷം ലക്ഷങ്ങൾ വാങ്ങിയ അവന്റെ ഓർഗൻസ് വിറ്റത്. അതിനുവേണ്ടി മാത്രമാണ് ഒരു ട്രീറ്റ്മെന്റ് പോലും നൽകാതെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നവരെ അവർ കാത്തിരുന്ന്. തനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം അനു സത്യയോട് പറഞ്ഞു നിർത്തുമ്പോൾ ദേഷ്യവും പകയും കൊണ്ട് സത്യയുടെ ഉള്ള നിറയുന്നുണ്ടായിരുന്നു. തന്റെ മകന്റെ ജീവനിട്ട വില കേൾക്കെ ഇതിന് പിന്നിലുള്ളവരെല്ലാം ഉടലോടെ കത്തിച്ചു കളയാനുള്ള പക സത്യയിൽ നിറഞ്ഞു. ആയുഷ് പറഞ്ഞു നിർത്തിയതും അജുവരും ഞെട്ടലോടെ അവനെ നോക്കി നിൽപ്പാണ്. അവൻ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ പേര് മാത്രമേ അജു കേട്ടുള്ളൂ. മഹൽ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന MH മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. തലക്കടിയേറ്റതുപോലെ തറഞ്ഞു നിന്നുപോയിരുന്നു അജു ആ നിമിഷം. താഴോട്ട് എങ്ങനെ പോകണമെന്നറിയാൻ നിൽപ്പാണ് മീര. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ തന്നോട് ദേഷ്യമായിരിക്കുമെന്ന് വിശ്വസിച്ച് നിൽപ്പാണ് പെണ്ണ്. വാതിൽ വരെ ചെല്ലും, പിന്നെ തിരികെ പോരും.
അവളുടെ ഈ കളി നോക്കി ആദ്യം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായി കാണും. അവനും ചിരിയും അത്രയും ഇഷ്ടവും തോന്നിപ്പോയിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും കാണെ. എല്ലാത്തിനും വല്ലാത്തൊരു നിഷ്കളങ്കതയായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നത്. കുറച്ചു സമയത്തിന് ശേഷം അരികിൽ വന്നിരുന്ന് മുഖം കുനിച്ച് നിൽക്കുന്നവളെ കാണെ അവനൊരു ചിരിയോട് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് കുറുകെ പുണർന്നു. എന്തു പറ്റിയെന്ന് കിളിക്കുഞ്ഞ്? അതെല്ലാരും വഴക്കു പറയില്ലേ? പറയോ? ആദ്യമായിട്ട് എന്റെ കിളിക്കുഞ്ഞിനെ വഴക്കു പറയാൻ ധൈര്യമുള്ളവരാരും ഈ വീട്ടിലില്ല പെണ്ണേ. പതിവ് പോലെ അവളെ കൊഞ്ചിച്ചുകൊണ്ടാണ് പറച്ചിൽ. മിഴികൾ വിടർത്തി അവനെ നോക്കുന്നുണ്ട് മീര. അത്ര നേരം പ്രണയം തിങ്ങി നിറഞ്ഞ മിഴികളിൽ ഇപ്പോൾ വാത്സല്യമാണ്, സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെയൊന്നും നോക്കല് പെണ്ണേ. വിടർന്നു നിൽക്കുന്ന അധരങ്ങളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചുകൊണ്ടാണ് അവന്റെ പറച്ചിൽ. പെണ്ണൊന്ന് ചിരിച്ചു പോയതും അവളെ ഒന്നാകെ അടക്കി പിടിച്ചുകൊണ്ട് ആ അധരങ്ങളെ ഒന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചവൻ. വിറച്ചുകൊണ്ടൊന്ന് പിടഞ്ഞതേയുള്ളൂ മീര. ദൃഢമായ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയവൾ. തീവ്രമായി, ഭ്രാന്തമായി അവളിലെ ജീവൻ പോലും കവർന്നെടുത്തുകൊണ്ടുള്ള ചുംബനം. കിതച്ചുകൊണ്ടവൾ അവന്റെ നെഞ്ചിലേക്ക് വീണതും ഒരു ചിരിയോടെ പെണ്ണിനെ തട്ടിക്കൊടുത്തവൻ. ഒട്ടും പിടിച്ചു നിൽക്കാൻ വയ്യടി. നിന്റെ ഈ നോട്ടവും ചിരിയൊക്കെ കാണുമ്പോ എനിക്ക് തോന്നിപ്പോകുന്നൊരു ഭ്രാന്തുണ്ടപ്പോ. ഒട്ടും നിയന്ത്രിക്കാനാവാത്തൊരു ഭ്രാന്ത്. പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ നെറുകയിലൊന്ന് ചുണ്ടുകൾ അമർത്തി വെച്ചു ആദി പറഞ്ഞു കേട്ടാൽ ആശ്വാസം തോന്നിയെങ്കിലും പെണ്ണിന്റെ പേടിയൊന്നും മാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദി തന്നെയാണ് അവളെയും കൊണ്ട് താഴേക്ക് പോയത്. ഒരുമിച്ച് ഇറങ്ങി വരുന്നവരെ കാണെ മാധവന്റെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം മുഖം ഒരുപോലെ വിടർന്നു. ആദിക്ക് മീരയോളം ചേരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് തോന്നിപ്പോയിരുന്നു. ഒരു കൈയാൽ അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചതിൽ തന്നെയുണ്ട് മീര ആദിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്, അവന്റെ ജീവിതത്തിൽ അവളുടെ സ്ഥാനം എന്താണെന്ന്. മുഖം കുനിച്ച് അവനൊപ്പം നിൽക്കുന്നവളെ കാണെ അവളുടെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അവർക്കെല്ലാം മനസ്സിലായിരുന്നു. അമ്മമാരും മുത്തശ്ശിയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. അല്ലെങ്കിൽ തന്നെ നടന്നതിലൊന്നും അവിടെ തെറ്റുണ്ടായിരുന്നില്ലല്ലോ. വിവാഹത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം പോലും ഇന്ന് ഈ നിമിഷം വരെ കൊച്ചിനറിയില്ല. അങ്ങനെയുള്ളവളോട് എന്തിന്റെ പേരിലാണ് ദേഷ്യം കാണിക്കുക? മോള് വാ, അമ്മ ചായ എടുത്തു തരാം. തങ്ങളാരും സംസാരിച്ചു തുടങ്ങിയില്ലെങ്കിൽ അവൾ മൗനം അവസാനിപ്പിക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് സീതമ്മ സംസാരത്തിന് ആദ്യം തുടക്കം കുറിച്ചത്. ആ ചോദ്യം കേട്ടത് വിടർന്ന മിഴികളോടെ മുഖമുയർത്തി അമ്മയൊന്ന് നോക്കിയവൾ. മിഴികളിറുകെ അടച്ച് അവളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു ആദി. അവളുടെ ഈ ഭാവങ്ങൾ ഓരോന്നും അവനിൽ നിറക്കുന്ന ഭ്രാന്തിന്റെ തോത് വളരെ വലുതാണ്. മറ്റൊന്നിനെയും ആദി കാണില്ല. വലുതും പിടിച്ച് ചെയ്തു പോവും. തന്നിൽ മുറുകിയ ആ കൈകളറിയെ അമ്മയിൽ നിന്ന് അവിടെ നോട്ടം ആദിയിലെത്തി നിന്നു. അടുത്ത നിമിഷം ചുറ്റുമുള്ള ആരെയും നോക്കാതെ അവളെ ഒന്നാകെ അടക്കി പിടിച്ചുകൊണ്ട് ആ കവിളിൽ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചവൻ. മീര പതിയെ പുഞ്ചിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം വാ തുറന്ന് നിൽപ്പാണ്. എന്തിനും ഏതിനും ട്രോളാൻ നിൽക്കുന്ന അജു വന്ന് മീരയുടെ മുഖത്തെ പുഞ്ചിരിയിലേക്കും ആദിയുടെ മുഖത്തെ നിർവചിക്കാനാവാത്ത ഭാവത്തിലേക്കും ഇമകൾ ചിമ്മാതെ നോക്കി നിന്നു. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ മീര ആദിയെ വിട്ടു പോകുമോ എന്നൊരു സംശയം അറിയാതെ അവനുള്ളിലൊരു ചോദ്യമായി ഉയർന്നു. ആദിയുടെ പ്രവൃത്തി അവളിൽ നാണമൊന്നും നിറക്കാത്തത് എല്ലാവരും തെല്ലൊരു അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. ആദിയുടെ കിളിക്കുഞ്ഞിന് മാത്രം ആ ചുംബനം അവന്റെ സ്നേഹമാണ്, പ്രണയമാണ്. അതിന്നും അവളിൽ ഒരു ചിരി മാത്രമേ നിറയ്ക്കൂ. ചെല്ല്, പോയി ചായ കുടിച്ച് മിടിക്കായിട്ട് വാ. ആദ്യം അവളോടായി പറഞ്ഞതും പെണ്ണവനെ നോക്കി തലയാട്ടി കാണിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നു. മനസ്സ് നിറഞ്ഞൊരു സന്തോഷം തോന്നിപ്പോയിരുന്ന സീതാമിക്ക് അവളിലൂടെ ആദിയെ പഴയതുപോലെ തിരികെ കിട്ടുമെന്നൊരു പ്രതീക്ഷ അവരിൽ നിറഞ്ഞു.